അവർക്ക് വോട്ട് ചേർക്കുന്ന സംവിധാനത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, ബോധപൂർവം അത് മറച്ചു വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയാണ്. ആരോപണത്തിൽ ഒരു വസ്തുതയില്ല. ശരിക്കും പരാജയ ഭീതി ഉണ്ട്. അത് LDFനല്ല, UDFനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവര് ബോധപൂർവം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇന്നലെ വരെ. ഇന്ന് സത്യത്തിൽ നടന്നിട്ടുള്ളത് ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി നമ്മോടൊപ്പമുണ്ട്. ഇവിടെ UDF ഭരിക്കുന്നവർക്കെതിരെയും അതുകൂടാതെ LDFനെതിരെയും ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചു നേരത്തെ അവര് സെക്രട്ടറിയെ ഉപരോധിക്കാൻ വന്നു. സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഉന്നയിക്കുന്നത് ഭരണകക്ഷിയിലെ പല നേതാക്കളും അറിഞ്ഞുകൊണ്ട് പരാജയ ഭീതി കൊണ്ടാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ വെട്ടിമാറ്റുന്നതെന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ പറയട്ടെ, ചെയർപേഴ്സൺ UDF ഇങ്ങനെയൊക്കെ ആരോപിക്കുന്നുണ്ട്, ഭരിക്കുന്ന ആളുകൾക്ക് പരാജയ ഭീതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല എന്ന് മാത്രമല്ല, അവർക്ക് വോട്ട് ചേർക്കുന്ന സംവിധാനത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, ബോധപൂർവം അത് മറച്ചു വെച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയാണ്. ആരോപണത്തിൽ ഒരു വസ്തുതയില്ല. എലക്ഷൻ പ്രോസസ്സൊക്കെ പറഞ്ഞാൽ തികച്ചും ഉദ്യോഗസ്ഥരുടെ കീഴിൽ നടക്കുന്ന പരിപാടികളാണ്. അതിൽ നമുക്ക് കൈകടത്താനോ അല്ലെങ്കിൽ അത് സ്വാധീനിക്കാനോ ഒന്നും കഴിയില്ല. എനിക്ക് സംശയം എന്താ വെച്ചാൽ, ഇവര് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മളെന്തായാലും അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യം ഇന്നത്തെ പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതിക്ക് ഇല്ലതാണ്. അല്ല, ഭരണസമിതിക്ക് ചെറിയ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ക്രമക്കേടുകൾ വരുത്തുന്നതെന്നാണ് UDFിലെ പല നേതാക്കളും ആരോപിച്ചത്. അവരിപ്പോഴും ആരോപിക്കുന്ന അങ്ങനെയാണ്. അവർ നിയമപരമായി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭരണത്തിന്റെ തണലിൽ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നതിന് ശേഷം ഇങ്ങനെ അട്ടിമറി ഉണ്ടായി എന്ന് അവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ചെയർപേഴ്സണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇതൊക്കെ എന്താണെന്ന് കൂടി വ്യക്തമാക്കാം. ശരിക്കും പരാജയ ഭീതി ഉണ്ട്. അത് LDFനല്ല, UDFനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവര് ബോധപൂർവം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇന്നലെ വരെ. ഇന്ന് സത്യത്തിൽ നടന്നിട്ടുള്ളത് ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. മുൻകൂട്ടി നേരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നഗരസഭ ഓഫീസ് ഉപരോധിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ഡേറ്റിൽ പോസ്റ്റർ അടിച്ച് അന്ന് അത് നടത്താതെ ഇന്ന് ബോധപൂർവം ഇവിടെ സംഘർഷം ഉണ്ടാക്കണം. അവരതേപോലെ തന്നെ ഞങ്ങളും ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് ചെന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമുണ്ട്. അത് സംഘർഷമാണ്. ആ സംഘർഷത്തിൽ മുതലെടുപ്പ് നടത്താൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കിയിട്ടുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംഘർഷം സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അത് കൊണ്ടുവന്ന് ആ പ്രശ്നത്തിൽ മുതലെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിൽ അവർ പരാജയപ്പെടും എന്ന കാര്യത്തിൽ തർക്കമല്ല. കാരണം ജനതൊക്കെ തിരിച്ചറിയും. ഇനിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, മറ്റു പല ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള UDFന്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഒരു ശ്രമമാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ളത്. അത് ജനം പുച്ഛിച്ച് തള്ളു എന്ന കാര്യത്തിൽ തർക്കമല്ല. അവസാനം ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കളുടെ കീഴിലുള്ള നഗരഭരണത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു. ഇനി ഇവിടെ LDFന്റെ കോട്ട എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് CPMന്റെ കോട്ട എന്ന് തന്നെ പറയാം. EMSന്റെ നാട്, EMSന്റെ കർമ്മമണ്ഡലം പെരിന്തൽമണ്ണ നഗരസഭ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പില് LDFന് തന്നെ തുടർഭരണം കിട്ടുമെന്ന് 100% ക്രിസ്റ്റൽ ക്ലിയർ എന്ന രീതിയിൽ ഇപ്പോഴത്തെ നഗരസഭ ചെയർപേഴ്സണായ പി ഷാജിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? 100 അല്ല, 101% പറയാൻ പറ്റും. അത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മള് ഈ ഭരണം കഴിഞ്ഞ 5 വർഷം കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യം ചെയ്തത്. അവർക്കറിയാമല്ല, അവർ വീണ്ടും ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ ഉപരോധത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത്, ഇന്ന് ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു. പോസ്റ്റർ വേറെ ഡേറ്റിൽ വെച്ചിട്ട് പോലീസിനെ പോലും അറിയിക്കാതെ നേരെ ഒന്ന് ഉപരോധിക്കുന്ന സത്യത്തിൽ സെക്രട്ടറിയാണ് ഉപരോധിക്കേണ്ടത്. അവിടെ നിന്ന് ഉപരോധിച്ചത് ഭിന്നശേഷിക്കാരനായ ഒരു ഓഫീസറെയാണ്.
അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എത്ര മണിക്കൂറുകളാണ് അവർ ഉപരോധിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥരാണ് അവർ ഉപരോധിക്കുന്നത്. അവരത് ബോധപൂർവം തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലും, തടയും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും, അപ്പൊ അവിടെ സംഘർഷം ഉണ്ടാവും എന്ന ഒരു ധാരണ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ വടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നാടകം ഇറക്കി ഏതെങ്കിലും തരത്തിൽ പിന്നെ ഇതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പിന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ കൃത്യമായി ഇന്നലെ നിങ്ങളോട് തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്. അതന്നെയാണ് അതിൽ പറയാനുള്ളത്. ഏതായാലും പാർട്ടി ഏരിയ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നമ്മോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഉപരോധത്തിന് ശേഷം ചെയർപേഴ്സൺ ഒന്ന് കാണാം, അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സാധാരണ 100% എന്ന് പറയുന്നത് ഇത് 101% വീണ്ടും LDF ഇവിടെ ഭരണത്തിലെത്തുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു, അവർ അത് മനസ്സിലാക്കി എന്ന് തന്നെയാണ് താങ്കളുടെ വിശ്വാസം. ആ ആത്മവിശ്വാസം എത്രത്തോളം ആയാലും ആ ആത്മവിശ്വാസം, നിങ്ങളുടെ ആത്മവിശ്വാസം ജനങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത്. ജനം നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനിച്ചാൽ അത് താങ്കളുടെ ആത്മവിശ്വാസത്തിന് കിട്ടിയ 100% മാർക്കായി മാറും. ഏതായാലും അതുപോലെ നടക്കട്ടെ. താങ്കളുടെ ആത്മവിശ്വാസം പോലെ ഇനി ജനം തീരുമാനിക്കും. ജനം തീരുമാനിക്കട്ടെ ആരാണ് അവരെ ഭരിക്കേണ്ടതെന്ന്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.